ഹായ് സ്റ്റുഡൻസ്, ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് കഴിഞ്ഞ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തിട്ടുള്ള സെക്കൻഡ് മെത്തേഡ്, അതായത് കാൾ പിയേഴ്സൺസ് കോഎഫിഷ്യൻ്റ് ഓഫ് കോറിലേഷൻ്റെ സെക്കൻഡ് പാർട്ടാണ്. അതായത് ഇതിൻ്റെ കാൽക്കുലേഷൻ തന്നെ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ഡയറക്റ്റ് മെത്തേഡിൽ എങ്ങനെയാണ് ചെയ്യുക എന്നുള്ളതായിരുന്നു നമ്മൾ ഇന്നലെ ഡിസ്കസ് ചെയ്തത് അല്ലേ. അപ്പോൾ ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ഡയറക്റ്റ് മെത്തേഡ് അരിത്തമെറ്റിക് മീൻ യൂസ് ചെയ്തുകൊണ്ട് എങ്ങനെ ചെയ്യാം എന്നുള്ളതാണ് നമ്മൾ നോക്കുന്നത്. ഡയറക്റ്റ് മെത്തേഡ് യൂസിങ് അരിത്തമെറ്റിക് മീൻ, അതാണ് ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത്. ഓക്കെ, ഡയറക്റ്റ് മെത്തേഡ് യൂസിങ് അരിത്തമെറ്റിക് മീൻ യൂസ് ചെയ്തുകൊണ്ട് എങ്ങനെ നമ്മൾ ഡയറക്റ്റ് മെത്തേഡ് ചെയ്യും. ഇത് നമ്മൾ യൂസ് ചെയ്യുന്നത്, അതായത് ഡയറക്റ്റ് മെത്തേഡ് ചെയ്യാൻ എല്ലാ കേസിലും പോസിബിൾ അല്ല. കാരണം വലിയ വലിയ വാല്യൂസ്, ഇപ്പോൾ എക്സ് വൈൻ്റെ വാല്യൂസൊക്കെ വലിയ എമൗണ്ട് വാല്യൂസ് ഒക്കെ ആകുമ്പോൾ നമുക്ക് എല്ലാത്തിൻ്റെയും സമ്മ് കണ്ട് വലിയ എമൗണ്ട് കണ്ട് ഡയറക്റ്റ് മെത്തേഡിൽ അപ്ലൈ ചെയ്യാന്ന് പറഞ്ഞാൽ കുറച്ച് ബുദ്ധിമുട്ടാണ്. അപ്പം നമ്മൾ ഈ അരിത്തമാറ്റിക് മീൻ യൂസ് ചെയ്യുമ്പോൾ നമ്മൾ എന്ത് ചെയ്യാണ്, അരിത്തമാറ്റിക് മീൻ കണ്ടിട്ട് നമ്മൾ എന്ത് ചെയ്യാണ്, കാണുകയാണ് ചെയ്യുന്നത്. ഓക്കെ, അതിൻ്റെ ബേസിൽ നമുക്ക് ഇക്വേഷൻ ഉണ്ട്. ഇതാണ് നമ്മുടെ ഇക്വേഷൻ. R ഈക്വൽസ് ടു സിഗ്മ എക്സ് ഡി വൈ ഡി, അതായത് എക്സ് ഡി വൈ ഡി, ദെൻ ഡിവൈഡഡ് ബൈ റൂട്ട് ഓഫ് സിഗ്മ എക്സ് ഡി സ്ക്വയർ ആണ്. എക്സ് ഡി സ്ക്വയറിൻ്റെ സിഗ്മ ആണ് എടുക്കേണ്ടത്, അല്ലാതെ എക്സ് ഡീൻ്റെ ഓൾ സ്ക്വയർ അല്ല. ഓക്കെ, ഇങ്ങനെയാണ് വരിക, സിഗ്മ എക്സ് ഡി സ്ക്വയർ എന്നാണ് വരിക. ഓക്കെ, ദെൻ സിഗ്മ വൈ ഡി ഓൾ സ്ക്വയർ, അതായത് വൈ ഡീൻ്റെ ടോട്ടലിൻ്റെ സ്ക്വയർ ആണ് എടുക്കേണ്ടത്. അപ്പം എക്സ് ഡി എന്ന് പറയുന്നത് എന്താണെന്നാണ് നോക്കുന്നത്. എക്സ് ഡി, അതായത് ഇവിടെ നമ്മൾ എക്സ് ഡി എന്ന് കാണുന്നുണ്ട്. എക്സ് ഡി എന്ന് പറയുന്നത് സിഗ്മ എക്സ് ഡിവൈഡഡ് ബൈ എൻ, അതായത് എക്സ് എന്ന് പറഞ്ഞ വാരിയബിളിൻ്റെ സിഗ്മ, അതായത് സിഗ്മ എക്സ് ഡിവൈഡഡ് ബൈ എൻ ആണ് നമ്മൾക്ക് എക്സ് ഡി എന്ന് കിട്ടുന്നത്. ഓക്കെ, അതിന് നമ്മൾ എക്സ് ബാർ എന്ന് പറയും. ഓക്കെ, ഇവിടെയാണ് നമ്മൾ അരിത്തമെറ്റിക് കണ്ടുപിടിക്കുന്നത്, അരിത്തമെറ്റിക് മീൻ കണ്ടുപിടിക്കുന്നത്. ഒരു മീൻ കണ്ടുപിടിക്കുക എന്ന് പറഞ്ഞാൽ അരിത്തമെറ്റിക് മീൻ എന്താണ്, ആവറേജ് ആണ് അല്ലേ. അപ്പോൾ നമ്മൾ എക്സിൻ്റെ മൊത്തം ടോട്ടലിനെ നമ്പർ കൊണ്ട് ഡിവൈഡ് ചെയ്താൽ നമുക്ക് എന്ത് ചെയ്യും, എക്സ് ഡി കിട്ടും, വാല്യൂ എക്സ് ഡി കിട്ടും. അത് നമ്മൾ എക്സ് ബാർ എന്നാണ് ആ വാല്യൂവിനെ നമ്മൾ പറയാം. അതേപോലെ വൈ ഡി കണ്ടുപിടിക്കാൻ സിഗ്മ വൈനെ, അതായത് വൈ വാല്യൂസിനെ മൊത്തം ടോട്ടൽ ചെയ്തിട്ടാണ് നമുക്ക് സിഗ്മ വൈ കിട്ടുക. ഈ വൈനെ നമ്മൾ എന്ത് ചെയ്യാണ്, നമ്പറിനോട് എന്ത് ചെയ്തു, ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് വൈ ഡി കിട്ടും. ഓക്കെ, വൈ ഡി കിട്ടും. അതിനെ നമ്മൾ വൈ ബാർ എന്നാണ് പറയുന്നത്. ഓക്കെ, നമുക്ക് ഇതിൽ ടൈപ്പ് ചെയ്യാൻ കഴിയായിട്ടാണ്. അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ അരിത്തമെറ്റിക് മീൻ കണ്ടുപിടിക്കുന്നത്. അപ്പോൾ ഈ ഒരു ഇക്വേഷനിൽ നമുക്ക് വേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ്, അതൊന്ന് ആദ്യം നോട്ട് ചെയ്ത് വെക്കാം. എന്തൊക്കെ വേണ്ടത് നോക്കാം. ഇവിടെ സിഗ്മ എക്സ് ഡി ഉണ്ട്, വൈ ഡി ഉണ്ട്, അതായത് എക്സ് ഡിൻ്റെയും വൈ ഡിൻ്റെയും കൂടിയും ടോട്ടലാണ് എന്ത് ഫസ്റ്റ് വേണ്ടത്. അപ്പം നമുക്കിവിടെ വേണ്ട കാര്യങ്ങൾ അപ്പോൾ എന്തൊക്കെ വേണ്ടി വരും, എക്സ് ഡി വേണം, വൈ ഡി വേണം, അതേപോലെ ഇവിടെ സിഗ്മ എക്സ് ഡി സ്ക്വയർ ഉണ്ട്, അപ്പം എക്സ് ഡീൻ്റെ സ്ക്വയർ കാണണം. ദെൻ വൈ ഡി സ്ക്വയർ ഉണ്ട്, അപ്പോൾ അതേപോലെ വൈ ഡീൻ്റെ സ്ക്വയറും കാണണം. അതിൻ്റെ ടോട്ടലാണ് നമുക്ക് വേണ്ടത്. അപ്പോൾ നമ്മൾ ഇത് വെച്ചിട്ട് നമ്മളൊരു പ്രോബ്ലം ഡിസ്കസ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഒന്നുകൂടി ക്ലിയർ ആവും. അപ്പോൾ നമ്മളിത് ഇക്വേഷൻ ഇതാന്ന് ഓർത്ത് വെക്കാം. ഓക്കെ, അപ്പം നമ്മൾ നോക്കുകയാണ്. ഇതാണ് ക്വസ്റ്റ്യൻ തന്നത്. യൂസിങ് ദ കാൾ പിയേഴ്സൺസ് കോഎഫിഷ്യൻ്റ് ഓഫ് കോറിലേഷൻ ചെക്ക് വെദർ ദർ ഈസ് എനി റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ ദ ഡിബഞ്ചർ പ്രൈസ് ആൻഡ് ഷെയർ പ്രൈസ്. ഒരു കമ്പനി, എത്ര കമ്പനി ഉണ്ട്, 5 കമ്പനി, എ ബി സി ഡി ഇ എഫ് ജി, ഇത്രയും 7 കമ്പനീസിൻ്റെ എന്താണ് ഡിബഞ്ചർ പ്രൈസും ഷെയർ പ്രൈസും ആണ് തന്നിരിക്കുന്നത്. അപ്പം ഇവിടെ ഡിബഞ്ചർ പ്രൈസും ഉണ്ട്, ഷെയർ പ്രൈസും ഉണ്ട്. ഇത് നമ്മൾ എക്സ് വാല്യൂ വൈ വാല്യൂ കൊടുക്കുമ്പോൾ ഡിബഞ്ചറിനെ നമുക്ക് എന്ത് ചെയ്യാം, എക്സ് ആയിട്ട് കൺസിഡർ ചെയ്യാം, ഷെയറിനെ നമുക്ക് വൈ ആയിട്ടും കൺസിഡർ ചെയ്യാം. അപ്പം നമുക്ക് നമ്മുടെ ഇക്വേഷൻസിന് വേണ്ട കാര്യങ്ങൾ എന്ന് പറയുന്നത് എന്താണ്, വൈ വേണം, അതേപോലെ എക്സ് വേണം, വൈ വേണം, എക്സ് ഡി വേണം, വൈ ഡി വേണം, ദെൻ എക്സ് ഡി സ്ക്വയർ വേണം, വൈ ഡി സ്ക്വയർ വേണം, പിന്നെ എക്സ് ഡി വൈ ഡി വേണം. ഓക്കെ, ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ഇക്വേഷൻ പ്രകാരം നമുക്ക് വേണ്ടത്. അപ്പോൾ ആദ്യം നമ്മൾ സാധാ ഡയറക്റ്റ് മെത്തേഡിൽ ചെയ്യുന്ന പോലെ തന്നെ എന്ത് ചെയ്യുക,
എല്ലാ വാല്യൂസിനെയും, അതായത് എക്സ് വാല്യൂസിനെയും വൈ വാല്യൂസിനെയും താഴെ താഴെ എഴുതാം. എക്സ് വാല്യൂസ് ഡിബഞ്ചർ പ്രൈസ് ആണ്, അത് 85, then 96, then 92, 98, 90, 99, then 98. ഓക്കെ, ഇങ്ങനെയാണ് നമ്മുടെ എക്സ് വാല്യൂ വരുന്നത്. പിന്നെ അതേപോലെ നമ്മൾ വൈ വാല്യൂസിന് എഴുതുക. 72, 86, 78, 76, 78, 86, then 84. ഇങ്ങനെ വൈ വാല്യൂസിന് എഴുതി. ഈ വാല്യൂസ് തന്നെ നിങ്ങൾക്ക് നോക്കിയാൽ അറിയാം എന്താണ്, വളരെ വലിയ വാല്യൂസാണ്. നമുക്ക് ആഡ് ചെയ്ത് അതിൻ്റെ ഒക്കെ സ്ക്വയർ കണ്ടുപിടിക്കുക എന്ന് പറയുന്നത് ഭയങ്കര ബുദ്ധിമുട്ടുള്ളതാണ്. അതുകൊണ്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, അരിത്തമെറ്റിക് മീൻ ഇവിടെ യൂസ് ചെയ്യുന്നത്. ഓക്കെ, അപ്പം നമുക്ക് എന്ത് ചെയ്യണം, ഇവിടെ അരിത്തമെറ്റിക് മീൻ കാണണമെങ്കിൽ ആദ്യം നമുക്ക് ഇതിൻ്റെയൊക്കെ ടോട്ടൽ കണ്ടുപിടിക്കണം. അരിത്തമെറ്റിക് മീൻ എന്ന് പറയുന്നത് എന്താണ്, എക്സിൻ്റെ അരിത്തമെറ്റിക് മീനും കാണണം, വൈൻ്റെ അരിത്തമെറ്റിക് മീനും കാണണം. ഓക്കെ, അപ്പം നോക്കാം. അരിത്തമെറ്റിക് മീൻ കാണാൻ, എക്സിൻ്റെ അരിത്തമെറ്റിക് മീൻ കാണുക എന്ന് പറഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യാണ്, എക്സിനെ മൊത്തമായിട്ട് കൂട്ടുക. അതായത് സിഗ്മ എക്സ്, അതാണ് സിഗ്മ എക്സ്. ഇതിനെ മൊത്തം കൂട്ടിയിട്ട് നമ്മൾ എഴുതുക. എത്രയാണ് നോക്കാം, എത്രയാണ് വരുന്നത് അരിത്തമെറ്റിക് മീന്. 658 ആണ് എന്ത്, സിഗ്മ എക്സ് വരുന്നത്. ഓക്കെ, ഇനി സിഗ്മ വൈ നോക്കാം. സിഗ്മ വൈ എത്രയാണ്, 560 ആണ്. ഇത് മൊത്തം കൂട്ടിയാൽ കിട്ടുക. അപ്പോൾ ഇതിന്നാണ് നമ്മൾ അരിത്തമെറ്റിക് മീൻ കണ്ടുപിടിക്കേണ്ടത്. അപ്പം നമ്മൾക്ക് ഇവിടെ ചെയ്യാം അരിത്തമെറ്റിക് മീന്. അതായത് നമ്മൾ ഈ എക്സ് ഡിൻ്റെ വാല്യൂ, ഈ എക്സ് ഡിയും വൈ ഡിയും ആണ് ഇനി നമുക്ക് കാണാനുള്ളത്. അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, എക്സിൻ്റെ അരിത്തമെറ്റിക് മീനും അതേപോലെ വൈയുടെ അരിത്തമെറ്റിക് മീനും നമ്മൾ കണ്ടുപിടിക്കുന്നത്. അപ്പം എക്സിൻ്റെ അരിത്തമെറ്റിക് മീൻ എന്ന് പറയുന്നത്, അതായത് എക്സ് ബാർ, സോറി ഇവിടെ എക്സ് ബാർ ആണ് നമ്മൾ ആദ്യം കാണുന്നത്. എക്സ് ബാർ എത്രയാണ്, എക്സ് ബാർ എന്ന് പറയുന്നത് സിഗ്മ എക്സ് ഡിവൈഡഡ് ബൈ എൻ ആണ്. ഓക്കെ, സിഗ്മ എക്സ് എത്ര നോക്കാം, എത്രയാണ്, 658 ആണ് സിഗ്മ എക്സ് ഡിവൈഡഡ് ബൈ എത്ര നമ്പർ ഉണ്ട്, 1 2 3 4 5 6 1 2 3 4 5 6 7 7 ഒബ്സർവേഷൻസ് ആണ് ഉള്ളത്. അപ്പോൾ ഇത് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും, അരിത്തമെറ്റിക് മീൻ കിട്ടും. എത്രയാണ് നമ്മുടെ അരിത്തമെറ്റിക് മീൻ കിട്ടുക, 94 ആണ് നമ്മുടെ അരിത്തമെറ്റിക് മീൻ, എക്സ് ബാർ എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് ഈ ഒരു എക്സ് ഡിയുടെ മേലെ നമുക്ക് എന്ത് എഴുതാം, എക്സ് ബാർ ഈക്വൽസ് ടു 94 എന്ന് എഴുതാം. ഓക്കെ, ഇനി നമ്മൾ അതേപോലെ വൈ ബാർ കണ്ടുപിടിക്കണം. ഓക്കെ, വൈ ബാർ കണ്ടുപിടിക്കണം. വൈ ബാർ എത്രയാണെന്ന് നോക്കണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം, വൈൻ്റെ ടോട്ടലിൻ്റെ വൈയുടെ അരിത്തമെറ്റിക് മീൻ കാണണം. വൈയുടെ അരിത്തമെറ്റിക്, അതായത് വൈ ബാർ ഈക്വൽസ് ടു സിഗ്മ വൈ ഡിവൈഡഡ് ബൈ എൻ ആണ് വൈൻ്റെ അരിത്തമെറ്റിക് മീൻ. അപ്പോൾ ഈക്വൽ ടു എത്രയാണ്, 560 ഡിവൈഡഡ് ബൈ എത്രയാണ്, ഒബ്സർവേഷൻ 7 അല്ലേ, 7 ഈക്വൽ ടു എത്രയാണ് വരിക, 80 ആണ് വൈയുടെ അരിത്തമെറ്റിക് മീൻ. അപ്പം വൈ ബാർ ഈക്വൽ ടു 80 എന്ന് എഴുതണം. ഇത് നമ്മൾ ഈ അരിത്തമെറ്റിക് മീൻ കണ്ടുപിടിക്കുന്നത് ഈ എക്സ് വാല്യൂവിനെയും വൈ വാല്യൂവിനെയും എന്ത് ചെയ്യാനാണ്, ചെറുതാക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, കണ്ടുപിടിക്കുന്നത്. ഇനി നമ്മൾ ചെയ്യേണ്ടത്, നമുക്ക് കിട്ടിയിട്ടുള്ള ഈ ഒരു എക്സ് 94 എന്ന് പറഞ്ഞിട്ടുള്ള, അതായത് എക്സ് ഡി കാണാൻ പോവാണ് നമ്മൾ. എക്സ് ഡി കാണണമെങ്കിൽ നമ്മൾ ഈ കണ്ടുപിടിച്ചിട്ടുള്ള അരിത്തമെറ്റിക് മീനായിട്ടുള്ള 94, ഇത് എക്സ് ബാർ ആണ്. അപ്പോൾ ഈ 94 നമ്മൾ ഓരോ എക്സ് വാല്യൂസിനും കുറയ്ക്കണം. അതായത് 85 നിന്ന് 94 കുറയ്ക്കുക, 96 നിന്ന് 94 കുറയ്ക്കുക, അതേപോലെ 92 നിന്ന് 94 കുറയ്ക്കുക, 98 നിന്ന് 94 കുറയ്ക്കുക. അങ്ങനെ എന്ത് ചെയ്യുക, ഓരോ എക്സ് വാല്യൂസിൽ നിന്നും 94നെ കുറച്ചാൽ നമുക്ക് എന്ത് എന്ത് ചെയ്യാം, എക്സ് വാല്യൂസിനെ നമുക്ക് എന്ത് ചെയ്യാം, ചെറുതാക്കാം. അതേപോലെ തന്നെ വൈ ബാർ, അതായത് വൈ ഡി കണ്ടുപിടിക്കണമെങ്കിൽ നമ്മൾ കണ്ടുപിടിച്ചിട്ടുള്ള വൈ ബാർ ആയിട്ടുള്ള ഈ 80 അതായത് വൈയുടെ അരിത്തമെറ്റിക് മീൻ 80 എന്ത് ചെയ്യുക, എല്ലാ വൈ വാല്യൂസിൽ നിന്നും കുറയ്ക്കുക.
അങ്ങനെ വൈൻ്റെ വാല്യൂ എന്ത് ചെയ്യുക, നമുക്ക് ചെറുതാക്കാൻ പറ്റും. പിന്നെ നമ്മൾ ഡയറക്റ്റ് മെത്തേഡിൽ ചെയ്ത അതേ പ്രോസസ്സ് ചെയ്യാണ് ഇവിടെ ചെയ്യുക. അപ്പം നമുക്ക് ചെറുതാക്കി നോക്കാം, എങ്ങനെയാണ് നോക്കാം. ആദ്യം നമ്മൾ എക്സ് ഡി ആണ് കാണാൻ പോകുന്നത്. എക്സ് ഡി കാണണമെങ്കിൽ നമ്മൾ എല്ലാ എക്സ് വാല്യൂസ് ആദ്യം 85 ആണ്. 85ന്ന് നമ്മൾ എന്ത് ചെയ്യണം, 94 കുറയ്ക്കണം. ഈ 94 ആണ് നമ്മൾ കുറയ്ക്കേണ്ടത്. അപ്പം 85ന്ന് 94 കുറച്ചാൽ എത്രയാണ്, മൈനസ്, നമുക്ക് മൈനസ് വാല്യൂ വരാം പ്ലസ് വാല്യൂ വരാം, അത് അതേപടി എഴുതുക. -9 ആണ് ഇവിടെ വരിക. ഓക്കെ, ദെൻ 96 എന്ന് 94 കുറച്ചാൽ എത്ര വരും, 2 ആണ് വരിക. പിന്നെയോ, പിന്നെ അങ്ങനെ ഓരോന്നിൻ്റെയും കുറിച്ച് -2 വരും. ദെൻ പിന്നെ 4 വരും. പിന്നെ എന്ത് വരും, -4 വരും. ദെൻ 5 വരും. പിന്നെ 4 വരും. ഇങ്ങനെ നമ്മൾ എക്സ് ഡി കണ്ടുപിടിച്ചു. അതേപോലെ നമ്മൾ എന്ത് ചെയ്യണം, വൈ ഡി കണ്ടുപിടിക്കണം. വൈ ഡി കണ്ടുപിടിക്കുമ്പോൾ നമ്മൾ കുറയ്ക്കേണ്ടത് എന്താണ്, 80 ആണ് കുറയ്ക്കേണ്ടത്. മറ്റേന്നും 94 ആണ്, ഇവിടുന്ന് 80 ആണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത്, മൈനസ് ചെയ്യേണ്ടത്. അപ്പം 80 എന്ന് പറഞ്ഞ ഈ അരിത്തമെറ്റിക് മീനിനെ വൈൻ്റെ വാല്യൂസ് നിന്ന് കുറയ്ക്കുക. ഫസ്റ്റ് വൺ 72 ആണ്. 72ന്നും 80 കുറച്ചാൽ എത്രയാണ്, -8. ഓക്കെ, പിന്നെ 86 എന്ന് 80 കുറച്ചാൽ 6. ദെൻ -2 വരും. പിന്നെ 76 എന്ന് 80 കുറച്ചാൽ -4 വരും. പിന്നെയോ -2, ദെൻ 6, പിന്നെ 4. ഇങ്ങനെയാണ് നമുക്ക് എക്സ് ഡിയും വൈ ഡിയും കിട്ടിയത്. ഓക്കെ, ഇനി നമ്മൾ ഇതിൻ്റെ മൊത്തം ടോട്ടൽ കണ്ടുപിടിക്കുക. അതായത് എക്സ് ഡിയുടെയും വൈ ഡിൻ്റെയും ടോട്ടൽ കണ്ടുപിടിച്ച് നോക്കാം. -9, 2, -2, 4, -4, 5, 9. ഇത് എത്രയാണ് മൊത്തം, 0 ആയിരിക്കും ടോട്ടൽ വരിക. ഓക്കെ, ഇതിൻ്റെ ടോട്ടൽ എന്ന് പറയുന്നത് 0 ആയിരിക്കും. അതേപോലെ വൈ ഡിൻ്റെ ടോട്ടൽ കണ്ടുപിടിച്ചാൽ നമുക്ക് 0 ആണ് കിട്ടുക. അപ്പം ഇത്രയും നമ്മൾ നമ്മുടെ ഇക്വേഷൻ പ്രകാരമുള്ള ചെയ്തു. ഇനി നമുക്ക് ചെയ്യാനുള്ളത് എളുപ്പമുള്ള കാര്യമാണ്. കാരണം എന്താണ്, നമ്മൾ സാധാ ചെയ്യുന്ന പോലെ സ്ക്വയർ കണ്ടാൽ മതി. സ്ക്വയർ കാണുക എന്ന് പറഞ്ഞാൽ ഇനി നമുക്ക് ഈ ഒരു പാർട്ടിൻ്റെ ആവശ്യമില്ല. അതായത് ഈ എക്സിൻ്റെയും വൈൻ്റെയും ഒരു ആവശ്യം നമുക്കിനി ഇല്ല. നമ്മൾ ആ വാല്യൂസിനെ നമ്മൾ എന്ത് ചെയ്തു, ചെറുതാക്കി കഴിഞ്ഞ്. ഇനി നമുക്ക് ഈ ഒരു എക്സും വൈ ഡിയും മാത്രം മതി. ഇനി നമുക്ക് എക്സ് ഡി സ്ക്വയർ ആണ് കാണാനുള്ളത്. അപ്പോൾ എക്സ് ഡി സ്ക്വയർ കാണുമ്പം നമ്മൾ എന്ത് ചെയ്യണം, ഓരോന്നിൻ്റെയും സ്ക്വയർ വാല്യൂ കാണും. ഫസ്റ്റ് എക്സ് ഡി സ്ക്വയർ -9 ആണ്. -9 × -9 എന്ന് പറയുന്നത് എന്താണ്, 81 ആണ്. അവിടെ നമുക്ക് മൈനസ് പോവും. പിന്നെ 2 × 2 എത്രയാണ്, 4 വരും. ദെൻ പിന്നെയും നമുക്ക് -2 × -2 4 തന്നെ വരും. പിന്നെ 4 × 4 16 വരും. പിന്നെ -4 × -4 16 വരും. 5 × 5 25. ദെൻ 4 × 4 16. അതേപോലെ നമ്മൾ വൈ ഡിൻ്റെ സ്ക്വയറും കണ്ടുപിടിക്കുക. -8 × -8 64. പിന്നെന്താണ് 36. പിന്നെ 4. ദെൻ 16. പിന്നെ 4 തന്നെ വരും പിന്നെയും. പിന്നെ 36 വരും. പിന്നെ 16 വരും. ഓക്കെ, അപ്പോൾ ഇത്രയും നമ്മൾ എക്സ് ഡി സ്ക്വയറും വൈ ഡി സ്ക്വയറും കണ്ടുപിടിച്ചു. ഇനി നമുക്ക് കണ്ടുപിടിക്കാനുള്ളത് എക്സ് ഡിയും വൈ ഡിയും ആണ്. അപ്പോൾ എക്സ് ഡി വൈ ഡി എന്ന് പറയുന്നത് എന്താണ്, ഇത് തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്ത് കിട്ടുന്നതാണ്. അതായത് എക്സ് ഡി × വൈ ഡി ആണെന്ത്, ഇത് എന്ന് പറയുന്നത് എന്ത്, എക്സ് ഡി വൈ ഡി. എക്സ് ഡി വൈ ഡി എന്ന് പറയുന്നത് എക്സ് ഡി × വൈ ഡി. അതായത് ഈ രണ്ട് വാല്യൂസ് തമ്മിലുള്ള മൾട്ടിപ്ലിക്കേഷനാണ് എക്സ് ഡി വൈ ഡി എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ എക്സ് ഡി നോക്കാം. -9 × -8 എത്രയാണ്, മൈനസ് ആയതുകൊണ്ട്, രണ്ടും മൈനസ് ആയതുകൊണ്ട് 72 ആണ് വരിക. ദെൻ 2 × 6 12 വരും. പിന്നെ -2 × -2 4 വരും. 4 × -4 അപ്പം -16 ആണ് വരിക. ഓക്കെ, -4 × -2 8 വരും. അത് നമുക്കറിയാലോ എങ്ങനെയാണ് മൈനസ് വരുന്നതെന്നൊക്കെ. 5 × 6 30 വരും. ദെൻ 4 × 4 16 വരും. അപ്പോൾ ഇത്രയും നമ്മളെ കള്ളികളൊക്കെ പൂരിപ്പിച്ച് കഴിഞ്ഞു. ഇനി നമ്മൾ ഇതിൻ്റെ ഒക്കെ ടോട്ടൽ കാണണം. കാരണം ഇതിൻ്റെ ഒക്കെ ടോട്ടൽ നമുക്ക് ആവശ്യമുണ്ട്. അപ്പം നമ്മൾ ആദ്യം കാണേണ്ടത് എന്തിൻ്റെ ടോട്ടലാണ്, ആദ്യം ഇത് എക്സ് ഡിൻ്റെയും വൈ ഡിൻ്റെയും ടോട്ടൽ നമ്മൾ കണ്ടുപിടിച്ചു. ഇനി നമുക്ക് കാണാനുള്ളത് എക്സ് ഡി സ്ക്വയറിൻ്റെ ടോട്ടലാണ്.
എക്സ് ഡി സ്ക്വയറിൻ്റെ ടോട്ടൽ ഇത് മൊത്തം ആഡ് ചെയ്ത് കിട്ടിയാൽ നമുക്ക് സിഗ്മ എക്സ് ഡി സ്ക്വയർ ആണ് കിട്ടുക. ഓക്കെ, സിഗ്മ എക്സ് ഡി സ്ക്വയർ 162 ആയിരിക്കും അതിൻ്റെ ടോട്ടൽ. ഇനി നമുക്ക് സിഗ്മ വൈ ഡി സ്ക്വയർ കാണണം. വൈ ഡി സ്ക്വയർ എന്ന് പറയുന്നത് വൈ ഡി സ്ക്വയറിൻ്റെ ടോട്ടൽ സിഗ്മ വൈ ഡി സ്ക്വയർ എത്രയായിരിക്കും? 176. ഓക്കെ, പിന്നെ നമുക്ക് എക്സ് ഡി വൈ ഡിൻ്റെ ടോട്ടൽ കാണണം. അത് 126. ഓക്കെ, അപ്പോൾ ഇങ്ങനെയാണ് നമ്മളെ ടോട്ടലും നമുക്ക് കിട്ടി, ഓരോന്നിൻ്റെയും ടോട്ടൽ കിട്ടി. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് എന്ത് ചെയ്യാം? നമ്മുടെ ഇക്വേഷനിലേക്ക് അപ്ലൈ ചെയ്യാം. അപ്പോൾ നമുക്കൊന്ന് ചെയ്ത് നോക്കാം. ആദ്യം നമുക്ക് ഇക്വേഷൻ എഴുതാം. നമ്മളെ ഇക്വേഷൻ എന്താണ്? ആർ ഈക്വൽസ് ടു സിഗ്മ എക്സ് ഡി വൈ ഡി divided by root of sigma xd square root of sigma yd square ആണ്. ഇതാണ് നമ്മുടെ ഇക്വേഷൻ. അപ്പം നമുക്ക് ഓരോന്നും തന്നിട്ടുണ്ട്, ഓരോന്നിൻ്റെയും എന്താണ് വാല്യൂസ് നമുക്ക് കിട്ടി. ആദ്യം നമുക്ക് സിഗ്മ എക്സ് ഡി വൈ ഡി ആണ് കിട്ടേണ്ടത്. സിഗ്മ എക്സ് ഡി വൈ ഡി എത്രയാണ് നമുക്ക് എഴുതാം? 126 ആണ് സിഗ്മ എക്സ് ഡി വൈ ഡി അല്ലേ? 126 ഡിവൈഡഡ് ബൈ ദെൻ നമുക്ക് ഫസ്റ്റ് റൂട്ട് നോക്കാം. സിഗ്മ ബ്രാക്കറ്റിലാണ് എക്സ് ഡി സ്ക്വയർ എന്ന് പറയുന്നത്. അപ്പം നമ്മൾ എന്താണ് എക്സ് ഡി സ്ക്വയറിൻ്റെ സിഗ്മയാണ് കണ്ടുപിടിക്കേണ്ടത്, അല്ലാതെ എക്സ് ഡീൻ്റെ സിഗ്മ എക്സ് ഡീൻ്റെ സ്ക്വയർ അല്ല. ഓക്കെ, അത് എക്സ് ഡീൻ്റെ അതായത് എസ് ഡി സ്ക്വയറിൻ്റെ സിഗ്മയാണ് നമുക്ക് വേണ്ടത്. അപ്പോൾ നമ്മളിവിടെ കണ്ടുപിടിച്ചിട്ടുണ്ട് സിഗ്മ എക്സ് ഡി സ്ക്വയറിൻ്റെ ടോട്ടൽ എത്രയാണ്? 162 ആണ്. അപ്പോൾ അതും എഴുതുക 162. ദെൻ നെക്സ്റ്റ് റൂട്ട് നോക്കുക. അതേപോലെ വൈ ഡീൻ്റെ നോക്കുക. വൈ ഡി എത്രയാണ്? 176 ആണ്. 176 ഇത് ചെയ്താൽ നമുക്ക് എന്താണ്? ഇതിനെ നമുക്ക് റൂട്ട് ഒഴിവാക്കിയിട്ട് 126 ഡിവൈഡഡ് ബൈ എത്ര ചെയ്യാം? ഇത് റൂട്ട് കണ്ടുപിടിക്കുക. 162ൻ്റെയും 176ൻ്റെയും റൂട്ട് മൊത്തം ചെയ്ത് കഴിഞ്ഞാൽ 68.85 എന്ന് കിട്ടും. ഇത് ഇൻറ്റു ചെയ്യണം. ഓക്കെ, അപ്പോൾ ഇത് നമുക്ക് ചെയ്ത് കഴിഞ്ഞാൽ എത്ര ആൻസർ കിട്ടുക? പ്ലസ് ആണ് കിട്ടുക, മൈനസ് വരുന്നില്ല. 0.746. ഓക്കെ, ഇതാണ് നമ്മുടെ കോറിലേഷൻ അല്ലെങ്കിൽ ആർ എന്ന് പറയുന്ന വാല്യൂ എന്ന് പറയുന്നത്. നമുക്ക് ഈ ഒരു ഇക്വേഷനിൽ അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് 0.746 ആണ് കിട്ടുക. അപ്പം നമ്മളോട് ചോദിച്ചിരിക്കുന്നത് എന്താണ്? ഈ ഒരു കോറിലേഷൻ പ്രകാരം ഡിബഞ്ചറും പ്രൈസും എത്രത്തോളം റിലേറ്റഡ് ആണെന്നാണ് ചോദിക്കുന്നത്. അപ്പം നമ്മൾ ഇന്നലെ പഠിച്ചിട്ടുള്ള ഇൻ്റർപ്രിട്ടേഷൻ വെച്ചാണ് നോക്കേണ്ടത്. അപ്പോൾ ഇവിടെ എന്താണ്? ദ വാല്യൂ ഓഫ് കോഎഫിഷ്യന്റ് ഓഫ് കോറിലേഷൻ ഇൻഡിക്കേറ്റ് ദാറ്റ് ദർ ഈസ് എ മോഡറേറ്റ് ഡിഗ്രി ഓഫ് പോസിറ്റീവ് കോറിലേഷൻ. അത് പോസിറ്റീവ് ആണ്, നെഗറ്റീവ് വന്നിട്ടില്ല, അതുകൊണ്ട് മോഡറേറ്റ് ഡിഗ്രി ആണ് വരുന്നത്. ഓക്കെ, അത് നമ്മൾ ആ ടേബിളിലേക്ക് നോക്കിയാൽ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പഠിച്ചിട്ടുള്ള ആ ടേബിളില്ലേ മോഡറേറ്റ് ഡിഗ്രി വരുന്നത് എങ്ങനെയാണ്? പ്ലസ് 0.5 ടു പ്ലസ് 0.7 വരെ ആണെങ്കിൽ, അതായത് പ്ലസ് 0.5 മുതൽ പ്ലസ് 0.7 വരെ ആണെങ്കിൽ നമുക്ക് മോഡറേറ്റ് ഡിഗ്രി ആണെന്ന് പറയാം. അപ്പോൾ ഇവിടെ മോഡറേറ്റ് ഡിഗ്രി ആണല്ലോ, 75 വരെയാണ്. അപ്പോൾ ഇതിൻ്റെ ഉള്ളിലാണ് ഇത് വരുന്നത്, ഈ ഒരു വാല്യൂ വരുന്നത്. അപ്പോൾ ഇതെന്താണ്? മോഡറേറ്റ് ഡിഗ്രി ആണെന്ന് പറയാം. ഓക്കെ, അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? അരിത്തമെറ്റിക് മീൻ യൂസ് ചെയ്തുകൊണ്ട് നമ്മുടെ ഒരു കോറിലേഷൻ, കാൽപിയേഴ്സൺസ് കോഎഫിഷ്യന്റ് ഓഫ് കോറിലേഷൻ എന്ത് ചെയ്യുന്നത്? നമ്മൾ കണ്ടുപിടിക്കുന്നത്. ഓക്കെ, നമുക്ക് കുറച്ച് പ്രോബ്ലംസ് നമുക്ക് ക്ലാസ്സിൽ വർക്കൗട്ട് ചെയ്യാം. ഓക്കെ, അപ്പോൾ നമ്മൾ ഈ ഒരു പ്രോബ്ലം നമുക്ക് എല്ലാവർക്കും മനസ്സിലായി എന്ന് വിചാരിക്കുകയാണ്. ഓക്കെ, നെക്സ്റ്റ് ക്ലാസ്സിൽ നമുക്ക് നെക്സ്റ്റ് ഏരിയ ഡിസ്കസ് ചെയ്യാം. ഓക്കെ, താങ്ക് യു.